ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാ പ്രേക്ഷകർക്കും സ്മിത ടാൽക്കിലേക്ക് സ്വാഗതം. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി സപ്പോർട്ട് ചെയ്യണേ. ബ്ലസ്സിയുടെ സംവിധാനത്തിൽ മാർച്ച് 28-ന് തിയേറ്ററുകളിലേക്ക് എത്തി ഒരു മാസം പിന്നിടുന്ന ചിത്രമായ ആടുജീവിതം ഇതാ ഒരു മാസം തിയേറ്ററുകളിൽ പിന്നിടുമ്പോഴും വളരെ മികച്ച കളക്ഷൻ നേടുകയാണ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ച യഥാർത്ഥ കാര്യത്തെ അതേ രീതിയിൽ തന്നെ സിനിമയിലേക്ക് പകർത്തുവാൻ ബ്ലസ്സി എന്ന സംവിധായകന് ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഈ സിനിമയുടെ വിജയത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ചിത്രം 30 ദിവസങ്ങൾ പിന്നിടുമ്പോഴും കേരളത്തിൽ നിന്ന് ദിനംപ്രതി വളരെ മികച്ച കളക്ഷൻ തന്നെയാണ് ആടുജീവിതം സ്വന്തമാക്കുന്നത്. ചിത്രത്തിൻ്റെ 31-ാം ദിനത്തിൽ കേരള കളക്ഷനായി 40 ലക്ഷമാണ് കേരളത്തിൽ നിന്നും കളക്ഷൻ നേടിയിരിക്കുന്നത്. ഇതോടെ ഒരു മാസം കൊണ്ട് കേരള കളക്ഷൻ മാത്രം 77 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരുമ്പോൾ ആടുജീവിതം 156 കോടി ടച്ച് ചെയ്തിരിക്കുകയുമാണ്. എന്തുകൊണ്ടും പൃഥ്വിരാജിൻ്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും മികച്ച ഒരു മലയാള ചലച്ചിത്രം തന്നെയായിരിക്കും ആടുജീവിതം. ജിത്തു മാധവൻ്റെ സംവിധാനത്തിൽ ഫഹദ് ഫാസിലിനെ നായകനാക്കി വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമാണല്ലോ ആവേശം. 17 ദിവസങ്ങൾ തിയേറ്ററുകളിൽ പിന്നിടുമ്പോൾ കളക്ഷനിൽ വലിയ കുതിപ്പ് തന്നെയാണ് കാണുന്നത്. 17 ദിവസങ്ങളും തുടർച്ചയായി തന്നെ 2.5 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ആവേശം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ 100 കോടി ക്ലബ്ബിൽ ഇടം നേടിയിരുന്നു. ഇപ്പോൾ ഇതാ 17-ാം ദിവസം ഒട്ടും പുറകോട്ടല്ല, മുന്നോട്ട് തന്നെ കളക്ഷൻ നേടിയിരിക്കുകയാണ്. കേരള കളക്ഷനിലേക്ക് വരുമ്പോൾ 17-ാം ദിവസം 2,90 ലക്ഷം രൂപയാണ് കളക്ഷൻ നേടിയിരിക്കുന്നത്. ചിത്രം 17 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും 55 കോടി എന്ന റെക്കോർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. ഇനി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരുമ്പോൾ ചിത്രം 115 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയുമാണ് ആവേശം 150 കോടി എന്ന റെക്കോർഡ് സ്വന്തമാക്കുക തന്നെ ചെയ്യും. ചിത്രത്തിൻ്റെ കളക്ഷനിൽ ഇടിവുകൾ ഒന്നും തന്നെ കാണുന്നില്ല. എല്ലാ ദിവസങ്ങളിലും 2.5 കോടിക്ക് മുകളിൽ കളക്ഷൻ ലഭിച്ചാൽ ചിത്രം മികച്ച കളക്ഷൻ റെക്കോർഡ് തന്നെ സ്വന്തമാക്കുക തന്നെ ചെയ്യും. വിനീത് ശ്രീനിവാസൻ്റെ സംവിധാനത്തിൽ ഏപ്രിൽ 11-ന് വിഷു റിലീസായി തിയേറ്ററുകളിലേക്ക് എത്തിയ ചിത്രമായ വർഷങ്ങൾക്ക് ശേഷം ഇതാ 17 ദിവസങ്ങൾ തിയേറ്ററിൽ പിന്നിട്ടപ്പോൾ 17-ാം ദിവസം കേരള കളക്ഷനായി 85 ലക്ഷം രൂപയാണ് നേടിയിരിക്കുന്നത്. 17 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 34 കോടിയാണ് ചിത്രം നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡായി വർഷങ്ങൾക്കു ശേഷം ഇതാ 77 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയുമാണ്. 20 കോടി ബഡ്ജറ്റുള്ള ചിത്രം 77 കോടിയിലേക്ക് എത്തുമ്പോൾ തന്നെ ഒരു ബ്ലോക്ക് ബസ്റ്ററായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ചിത്രം. ഫൈനൽ കളക്ഷൻ 85 കോടി വരെ എത്താനാണ് കൂടുതൽ സാധ്യത കാണുന്നത്. ആദ്യമൊക്കെ 100 കോടി അടിക്കുമോ എന്നതായിരുന്നു എല്ലാവരുടെയും സംശയം. എന്നാൽ ഇപ്പോൾ 100 കോടി ചിത്രം എത്തില്ല, എന്തായാലും 85 കോടി വരെ കളക്ഷൻ നേടുക തന്നെ ചെയ്യും. കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.